പുനലൂർ നഗരസഭയിലെ അംഗൻവാടി ജീവനക്കാർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അംഗൻവാടി ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുക, സർവീസിൽ നിന്ന് പിരിയുന്ന വർക്കർമാർക്ക് 1500 രൂപയും ഹെൽപ്പർമാർക്ക് 1000 രൂപയും പെൻഷൻ അനുവദിക്കുക, മഴവില് എന്ന പാഠ്യപദ്ധതി നടപ്പിലാക്കുക, പ്രീ സ്കൂൾ അധ്യാപക വേതന വ്യവസ്ഥകൾ അംഗൻവാടി ജീവനക്കാർക്കും അനുവദിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധം. ICDS ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് താലൂക്ക് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്നു ചേർന്ന ധർണ KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി ഉദ്ഘാടനം. അംഗൻവാടി ടീച്ചേഴ്സിന് ന്യായമായ ശമ്പളം കിട്ടുന്നുണ്ട്. ഇവർ വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ചെയ്യുന്നത്. ഇവർക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അവരെ സൂക്ഷിക്കുക, അവരെ സംരക്ഷിക്കുക ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ്. ഈ കുഞ്ഞുങ്ങളെ കാര്യമായി നോക്കിയില്ലെങ്കിൽ ഭാവിയിൽ ഒരു തലമുറയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പൊ ഇത് സ്വന്തം അച്ഛനും അമ്മയും വളർത്തുന്ന പോലെ, പെറ്റമ്മ വളർത്തുന്ന പോലെയുള്ള പോറ്റമ്മമാരാണ് അംഗൻവാടി ടീച്ചേഴ്സ്. അപ്പൊ അവര് ഈ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഇവരുടെ കാര്യത്തിൽ ഒരു പ്രത്യേക പരിഗണന കൊടുക്കേണ്ടതാണ് ചെയ്തു. വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് N. സുരേഷ് കുമാർ ബാബു അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി മാത്യു കുളങ്ങര മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി അമീനത്ത് സാദിഖ്, ജില്ലാ ജനറൽ സെക്രട്ടറി S. ശാലിനി, കരിക്കത്തിൽ പ്രസേനൻ, അഡ്വക്കേറ്റ് നസീർ, അടൂർ N. ജയപ്രസാദ്, ജലജാമണി, അന്ന എബ്രഹാം, രാധാമണി, സാബു അലക്സ്, AK നസീർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.